Hello students, welcome back to the channel EduScore. So ഇന്ന് നമ്മൾ ഹിസ്റ്ററി 6th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട്സ് ആണ് നോക്കുന്നത്. So I'll be explaining all the important questions which you can get and all the 1 mark questions and notes നിങ്ങളെ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യിപ്പിക്കും. പിന്നെ എൻഡിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും നോക്കുന്നതായിരിക്കും. So if you are new to the channel, please make sure you subscribe to the channel. And ഇതിന്റെ മുമ്പ് ഞാൻ 6th സ്റ്റാൻഡേർഡിന്റെ സയൻസും ഹിസ്റ്ററിന്റെ ഈ ചാപ്റ്ററിന്റെ ഫുൾ ടീച്ചിങ് പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ടു സീ ഓൾ ദോസ് വീഡിയോസ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 6th സ്റ്റാൻഡേർഡിന്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും and you can choose what you want to see and learn. So let's get started with the notes. What, where, how and when. സോ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഫൈൻഡിങ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. ഇതിൽ നിങ്ങൾക്ക് ഇന്നലത്തെ പറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ലാസ്റ്റ് ഇയറിനെ പറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, പിന്നെ 100-200 കൊല്ലം മുമ്പ് ഉള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ബി മാർക്കിംഗ് ദിസ്. So please mark. Yesterday you could listen to the radio, watch television, read a newspaper. Last year, as somebody who remembers, about long time ago, we find from historians and we find from archaeologists, we find from the remains and books and manuscripts and inscriptions. Okay, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതിക്കോളൂ. Please take a pencil and mark. Okay. Next is what can we know from the past, about the past. So ഇത് please underline what kind of food people ate, the kind of clothes they wore, the houses in which they lived. We can find out about lives of hunters, herders, farmers, rulers, merchants, priests, craft persons, artists, musicians, and scientists. We can also find out about games children played, the stories they heard, the plays they saw, the songs they sang. So, idana mark cheyu. This can be a 2-mark question. Okay, ഞാൻ മാപ്പിന്റെ ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസും പറഞ്ഞു തരാം. സോ നർമ്മദേൻ്റെ സറൗണ്ടിങ്ങിൽ ദിസ് കുഡ് ബി എ ക്വസ്റ്റ്യൻ. നർമ്മദേൻ്റെ സറൗണ്ടിങ്ങിൽ താമസിക്കുന്ന ആൾക്കാർ എന്തൊക്കെയായിരുന്നു ചെയ്തത്? സോ ദേ വർ ദി ഏർലിയസ്റ്റ് പീപ്പിൾ ഹു ലിവ്ഡ് there. They were skilled gatherers and they collected roots, fruits and other forest produce for their food. They also hunted animals. പിന്നെ നെക്സ്റ്റ് 1-mark question is എവിടെയാണോ ക്രോപ്സ് ഗ്രോ ആയത് ഫസ്റ്റ് ടൈം? ഓക്കെ, so that is 8,000 years ago in the Sulaiman and Kirthar hills. It is in the northwestern region, Pakistan region-ലാണ് വരിക. അവിടെയായിരുന്നു ആൾക്കാർ അഗ്രികൾച്ചറും ചെയ്തത്. പിന്നെ റെയറിങ് ഓഫ് ആനിമൽസ് ലൈക്ക് ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ ലിവ്ഡ് ഇൻ ആൻഡ് ദേ ലിവ്ഡ് ഇൻ വില്ലേജസ് ഓൾസോ. ഈ പാർട്ട് ഫുൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ മാപ്പിൽ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ പറഞ്ഞു തരാം. സുലൈമാൻ ആൻഡ് കീർത്തർ ഹിൽസ്, പിന്നെ കാബൂൾ റിവർ, Indus River and its 5 tributaries, which is Jhelum, Chenab, Ravi, Beas, Satluj. Okay, the Thar Desert, pinna Himalayas, pinna Garo Hills is important. Then Ganga, Yamuna, Chambal, Son, this is important. Then Vindhya Range evdiyanu, Narmada River evdiyanu, Satpura Range, Tapti River, Mahanadi River, pinna Godavari, Krishna, Tungabhadra, Kaveri River, Western Eastern Ghats, അതേ ഉള്ളൂ. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ബാക്കിയുള്ള സംഭവം ഓൾസോ യു ക്യാൻ ലുക്ക്. ബ്രഹ്മപുത്ര ബാക്കി 2-3 സാധനമേ ഉള്ളൂ. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദാറ്റ് ഓൾസോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. So you can mark here. About 4,700 years ago, some of the earliest cities flourished on the banks of these rivers. Later, 2,500 years ago, cities developed on the banks of Ganga and tributaries. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെയുണ്ടാവും. Why are civilizations formed near the banks of the rivers? So ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ബിക്കോസ് വെള്ളം വളരെ എസെൻഷ്യൽ ആണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് എ സബ് കോണ്ടിനെന്റ് ആൻഡ് വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂട്ട് സബ് കോണ്ടിനെന്റ്. യു ക്യാൻ സീ ഹിയർ. പ്ലീസ് മാർക്ക് ദിസ്. സൈഡിലില്ലേ മാപ്പ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇതിൽ കൺട്രീസ് ഓഫ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഈ ഫുൾ പാരഗ്രാഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിക്കോസ് ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ അബൌട്ട് സബ് കോണ്ടിനെന്റ്. പിന്നെ ഗംഗാ നദീൻ്റെ തീരത്ത്, ദിസ് ഇസ് എ 1-mark ക്വസ്റ്റ്യൻ. പണ്ടത്തെ ഏത് എന്താ പറയുക ലൊക്കേഷൻ ആയിരുന്നു? ലൈക്ക് വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് ലൊക്കേഷൻ ആൻഡ് വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് കിങ്ഡം? മഗധ കിങ്ഡം ആണ്. ഓക്കെ, ഇറ്റ് വാസ് ഇൻ ഗംഗാ നദീൻ്റെ ബാങ്കിൽ ബീഹാർ സ്റ്റേറ്റിലാണ് ഇപ്പോൾ കറൻ്റ്ലി. ബീഹാർ സ്റ്റേറ്റ് എവിടെയാ?
ഇവിടെ സോൺ റിവർ ഒക്കെ അല്ലേ ആ ഏരിയയിൽ, സോൺ റിവർ, ഗംഗ റിവർ, ഹിമാലയ, നേപ്പാളിന്റെ തൊട്ട് താഴെ. പിന്നെ ആൾക്കാർ പണ്ട് എന്തിനൊക്കെയായിരുന്നു ട്രാവൽ ചെയ്തത്? ത്രൂ ഔട്ട് പീപ്പിൾ ട്രാവൽ ഫ്രം വൺ പാർട്ട് ഓഫ് ദി അതർ ടിൽ, ഈ പാരഗ്രാഫ് ഫുൾ. ഓക്കെ, ഈ പാരഗ്രാഫ് ഫുൾ, ഓൾ ദീസ് ലെഡ് ടു ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പീപ്പിൾ, ഇവിടം വരെ. Why do people travel nowadays? It is also for the same reason. അതും ഈ പാരഗ്രാഫ് is important. നെക്സ്റ്റ് ഇസ് ഈ ആൾക്കാർ ട്രാവൽ ചെയ്തതിനെ കൊണ്ടാണ് നമ്മളെ കൾച്ചർ ഒക്കെ ഇത്രയും എൻറിച്ച് ആയത്. ഇവിടെ ദീസ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എൻറിച്ച്ഡ് ആർ കൾച്ചറൽ ട്രഡീഷൻസ്. പീപ്പിൾ ഹാവ് ഷെയർഡ് ന്യൂ വേസ് ഓഫ് carving stones, composing music and even cooking food over several hundreds of years. ഈ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യൂ. നെയിം ഓഫ് ദി ലാൻഡ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഭരത എന്ന് പറഞ്ഞ നെയിം എങ്ങനെയാന്ന് വന്നത്? ഇറ്റ് വാസ് ദ നെയിം ഓഫ് ഫ്യൂ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ. പിന്നെ ഇന്ത്യ എന്ന പേര് എങ്ങനെയാ വന്നത്? ഗ്രീക്സ് വന്നപ്പോൾ ഇൻഡോസ്, ഹിന്ദോസ് എന്ന് വിളിച്ചിട്ടാണ്. സോ ദിസ് എൻറ്റയർ പാരഗ്രാഫ്, നെയിംസ് ഓഫ് ലാൻഡിന് താഴെയുള്ള ഈ ഫുൾ പാരഗ്രാഫ്, പ്ലീസ് മാർക്ക് ഇറ്റ്. യു നീഡ് ടു സ്റ്റഡി ദാറ്റ് ഓൾസോ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ഇൻസ്ക്രിപ്ഷൻ, വാട്ട് ഇസ് മാന്യൂസ്ക്രിപ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. മാന്യൂസ്ക്രിപ്റ്റ് പറഞ്ഞാൽ എന്താന്നു? ഇറ്റ് ഇസ് മെയ്ഡ് ഫ്രം, it is handwritten and it is made on palm leaf or on the birch bark tree. അതൊക്കെ. പിന്നെ കുറെ മാന്യൂസ്ക്രിപ്റ്റ്, ഇത് വെറുതെ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ, ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഓവർ ദി ഇയേഴ്സ് മെനി മാന്യൂസ്ക്രിപ്റ്റ്സ് were eaten away by insects, some were destroyed but many have survived, preserved. അത് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. if it is asked for a large amount of mark, then you can ഇത് ഒരു സെന്റൻസ് ആയിട്ട് എഴുതാൻ പറ്റും, but it's not necessary. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണെന്ന് മാന്യൂസ്ക്രിപ്റ്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പറ്റുക? അത് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്, ലൈവ്സ് ഓഫ് കിങ്സ്, മെഡിസിൻ, സയൻസ്, ഇതൊക്കെ. പിന്നെ പോയംസ്, എപ്പിക്സ്, പ്ലേസ്, ഇതൊക്കെ. പിന്നെ ഏത് മെയിൻ ലാംഗ്വേജസിലായിരുന്നു എഴുതിയത്? അതും അണ്ടർലൈൻ ചെയ്യൂ. സംസ്കൃത്, പ്രാകൃത്, തമിഴ്. പിന്നെ വാട്ട് ആർ ഇൻസ്ക്രിപ്ഷൻസ്? ഇൻസ്ക്രിപ്ഷൻസ് എന്തിനാന്നു ചെയ്തിരുന്നത്? അത് രാജാക്കന്മാർക്ക് എന്തെങ്കിലും റൂളോ ഓർഡറോ കൊടുക്കണമെങ്കിൽ, ആൾക്കാരിൽ അത് എത്തിക്കണമെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ ആയിട്ടായിരുന്നു ചെയ്യല്. സോ ഈ പാരഗ്രാഫ് സ്റ്റഡി. രാജാക്കന്മാർ ചെയ്ത ഹാർഡ് സർഫേസിലാണ് ചെയ്തത്, ആൾക്കാർക്ക് വായിക്കായിരുന്നു, ഒബേ ചെയ്യായിരുന്നു. സോ പ്ലീസ് മാർക്ക് ദിസ് എൻറ്റയർ പാരഗ്രാഫ്. പിന്നെ അരാമിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അഫ്ഗാനിസ്ഥാനിലുള്ള ലാംഗ്വേജ് ആണ്. ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കുഡ് ബി. കുറച്ച് ടഫ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ലേൺ. പിന്നെ ഹു ആർ ആർക്കിയോളജിസ്റ്റ്, ഹു ആർ ഹിസ്റ്റോറിയൻസ്, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇവിടെ മാർക്ക് ചെയ്തോളൂ. There were many other things that were used and made till long time. ഈ ഫുൾ പാരഗ്രാഫ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ മൈറ്റ് കം ദാറ്റ് ആർക്കിയോളജിസ്റ്റിന് എങ്ങനെ അറിയാം ആ സമയത്ത് ആൾക്കാർ എന്തൊക്കെ ഭക്ഷണം കഴിച്ചതെന്ന്? സോ ദിൽ ബി ലുക്കിംഗ് അറ്റ് ബോൺസ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഫിഷ് ഇൻ ദ ഏരിയാസ് വേർ ദർ വെർ സിവിലൈസേഷൻ. ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലത്ത്, പറഞ്ഞ ആൾക്കാരെ വീടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏതൊക്കെ ബോൺസും ഏതൊക്കെ ഫിഷിന്റെ ബോൺസും ഒക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ അതൊക്കെയായിരുന്നു ആൾക്കാർ ഏത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ കഴിച്ചത്. ദാറ്റ് ക്യാൻ ബി ഡൺ. പ്ലാന്റ്സ് കുറെ കാലം താമസിക്കില്ല, ഐ മീൻ കുറെ കാലത്തേക്ക് ഇറ്റ് വോണ്ട് സർവൈവ്. സോ ദാറ്റ്സ് വൈ നമുക്ക് പ്ലാന്റ്സിന്റെയും ഗ്രെയിൻസിന്റെയും വുഡിനെയും പറ്റിയൊക്കെ അറിയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഇൻ ചാർഡ് ഫോം, അത് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് സർവൈവ് ചെയ്യുള്ളൂ. ദിസ് കുഡ് ബി എ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ബട്ട് കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ളൂ. ഹിസ്റ്റോറിയൻസ് ആരാന്നു? ഇതും. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കാം ഇഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ടഫ്. സോ സോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫർമേഷൻ ഫൗണ്ട് ഫ്രം മാന്യൂസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്ഷൻ, ആർക്കിയോളജി. ഒരു സംഭവത്തിൽ നിന്നും എന്തൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അതിനൊക്കെയാണ് സോഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആ പോട്ടിൽ നിന്നും എനിക്ക് ഇൻഫർമേഷൻ കിട്ടി ദാറ്റ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ക്ലേ. സോ ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ക്ലേ. ഈ ഇൻഫർമേഷൻ എനിക്ക് ആ സോഴ്സ്, ആ പോട്ട് എന്ന സോഴ്സിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, this could be a 4 mark question. Why do you think that there are many pasts and not a single past? So adina you can underline this entire paragraph. Just in our last class lo detail ആയിട്ട് explain ചെയ്തിട്ടുണ്ട്. So you can go through that. ഈ paragraph entirely please underline. ഇവിടെ വരെ അൺനോൺ വരെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ. അത് നിങ്ങൾ സെന്റൻസിൽ എഴുതുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ചെറുതാവും. സോ ഇത് ഫുൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക.
പിന്നെ BC എന്താന്നു, AD എന്താന്നു, BCE എന്താന്നു, CE എന്താന്നു, BP എന്താന്നു, ഇതിൻ്റെ ഫുൾ ഫോംസ് അറിയണം. പിന്നെ വാട്ട് ഈസ് ഡെസിഫർമെൻറ്റ്, ദിസ് അഥവാ കുറച്ച് ടഫായിട്ട് വെക്കുകയാണെങ്കിൽ ഡെസിഫർമെൻറ്റ് ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ആനുവൽ എക്സാമിനൊക്കെ വേണമെങ്കിൽ വരാം. സോ ഡെസിഫർമെൻറ്റ് എന്താന്നു എന്നുള്ളതിന് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്ത് എഴുതാം. ഡെസിഫർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം എഴുതിയതിന് അല്ലെങ്കിൽ എന്തിനേയും മനസ്സിലാക്കി എടുക്കുക, അതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നതിനാണ് ഡെസിഫർമെൻറ്റ് എന്ന് പറയുന്നത്. So we are done with the notes and the 1 mark questions. If you have any doubts, please do let me know. Okay, so നമ്മളിപ്പം ഇത് ചെയ്യാം, exercise questions ചെയ്യാം. So the first question is match the following. Narmada Valley, it was where hunting and gathering took place. Magadha, it is the first big kingdom. This could be a 1 mark question, okay? Garo Hills, it had early agriculture. Indus and its tributaries had cities about 2500 years ago. Ganga Valley had the first cities. List one major difference between manuscript and inscription. So manuscript in the definition either, inscription the definition either for the first difference. So what are manuscripts? Nan dictate yanu, please note it down. They were written by hand. This comes from the Latin word manu meaning hand. These were usually written on palm leaf or on the specially prepared bark of a tree known as the birch, which grows in the Himalayas. Pinna inscriptions endanu, these are writings on relatively hard surfaces such as stone or metal. So both definitions എഴുതി അതിനുശേഷം വേറൊരു നിങ്ങൾക്ക് ഡിഫറൻസ് എഴുതാൻ പറ്റും. ദറ്റ് മാനുസ്ക്രിപ്റ്റ്സ് പെരിഷാവും പറഞ്ഞാൽ ചീത്തയായി പോവും. മീൻസ് ഇൻസെക്ട്സ് ക്യാൻ ഈറ്റ് ഓർ ദേ ക്യാൻ ഗെറ്റ് ഡീകമ്പോസ്ഡ് അങ്ങനെ. In inscriptions, they are hard and strong, so the chances of them perishing is 0. And അത് കുറേ കാലം, കുറേ സെഞ്ചുറീസ് നിൽക്കും. ബട്ട് മാനുസ്ക്രിപ്റ്റ്സ് പ്രിസർവ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഇൻസെക്ട്സ് കഴിച്ചു പോവും, അല്ലെങ്കിൽ ഡീകമ്പോസ് ആയി പോവും. നെക്സ്റ്റ്, റിട്ടേൺ ടു റഷീദാസ് ക്വസ്റ്റ്യൻ. ക്യാൻ യു തിങ്ക് ഓഫ് സം ആൻസേഴ്സ്? റഷീദൻ്റെ ക്വസ്റ്റ്യൻ എന്താ? Okay. First, how can we know about what happened so many years ago? Okay. So, നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ബുക്സ്, പണ്ട് ഹിസ്റ്റോറിയൻസ് എഴുതിയ ബുക്സിനെ പറ്റി വായിച്ചതാണെങ്കിൽ, മാനുസ്ക്രിപ്റ്റ്സ് വായിച്ചതാണെങ്കിൽ, ഇൻസ്ക്രിപ്ഷൻസ് വായിച്ചതാണെങ്കിൽ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന, ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന ടൂൾസ്, വെപ്പൻസ്, ഫുഡ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, അതിൽ നിന്നൊക്കെ നമുക്ക് അത് മനസ്സിലാവും. Make a list of all the objects that archaeologists may find. Which of these could be made of stone? Archaeologists find pottery, statues, sculptures, beads, ornaments, skeletons. ഇതൊക്കെ കിട്ടും. സ്റ്റോണിനെ കൊണ്ട് എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കിയത്? ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, ടൂൾസ് ആൻഡ് വെപ്പൻസ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ പറ്റും. Why do you think ordinary men and women did not generally keep records of what they did? സോ ഓർഡിനറി ആൾക്കാർ എന്തായിരുന്നു, അവരെന്താ ചെയ്തതെന്ന് എഴുതി വെക്കാഞ്ഞത്? ബിക്കോസ് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ സമയത്ത് അവർക്ക് എഴുതാനും വായിക്കാനും അറിയണ്ടാവില്ല. ഓക്കെ, സോ അവരുടെ ലൈഫിൽ അവർക്ക് കുറേ പണിയെടുത്ത് ജീവിക്കണം. സോ ദേ ഹാഡ് ഡിഫിക്കൽട്ടീസ്, അതുകൊണ്ട് അവർക്ക് അത്ര സമയവും ഉണ്ടാവില്ല. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ്. Describe at least 2 ways in which you think the lives of kings would have been different from those of farmers. So farmersന് ഫീൽഡിൽ ഫുൾ വർക്ക് ചെയ്യണം, കിങ്ങിന് അങ്ങനെയൊന്നും വർക്ക് ചെയ്യണ്ട. പിന്നെ ഫാമേഴ്സിന് അവർക്ക് ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതാണോ അവരുടെ ജോലി, കുറേ ഹാർഡ് വർക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പണിയെടുക്കണം. കിങ്ങിന് എല്ലാ ദിവസവും അങ്ങനെ ലൈക്ക് ഹാർഡ് വർക്ക്, മാനുവൽ ലേബർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ദേ ഹാവ് ടു യൂസ് ദെയർ ബ്രെയിൻസ്. അവർ മൈൻഡ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദെയർ പീപ്പിൾ, ദെയർ കിങ്ഡം. ഫാമേഴ്സിൻ്റെ ലൈഫ് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ദേ ഹാവ് എ ഡിഫിക്കൾട്ട് ലൈഫ്. ബട്ട് കിങ് ഹാസ് എ വെരി കംഫർട്ടബിൾ ലക്സൂരിയസ് ലൈഫ്. ഓക്കെ, ക്രാഫ്റ്റ് പേഴ്സൺസ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? 7th question, they would be making sculptures, glass utensils, ornaments, beads,
ക്ലോത്ത് മേക്കിംഗ് ഓഫ് വെപ്പൻസ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ്, ഇതൊക്കെ. They were both men and women. What were the subjects on which books were written in the past? Which of these would you like to read? So പാസ്റ്റിൽ ഈ കിങ്സിൻ്റെ വിക്ടറീസ്, അവരെ ബാറ്റിൽസ്, അതിനെ പറ്റിയായിരുന്നു. പിന്നെ അവരെ ലൈഫിനെ പറ്റിയായിരുന്നു. ആ സമയത്തെ റിലീജിയസ് ബിലീഫ്സ്, പൊളിറ്റീഷ്യൻസ്, ആ സമയത്തെ മിനിസ്റ്റേഴ്സ്, കഥകൾ പറഞ്ഞ ആ കോർട്ടിൽ നടന്ന കഥകൾ, സോങ്സ്, ആ സമയത്തുള്ള മെഡിസിൻസ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ബുക്കാണ് വായിക്കേണ്ടത്? റൈറ്റ് ഇറ്റ് ഡൗൺ. പിന്നെ ലാസ്റ്റിൽ വി ഹാവ് സം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ വാസ് 8,000 years ago ഫ്രം ടുഡേ. ഇറ്റ് വാസ് 8,000 years ago പറഞ്ഞാൽ 6,000 BC. Please note it down in your notebook. This is ultra important. The first cities on the Indus was 4,700 years ago, means 2,700 BC. Cities in Ganga Valley, a big kingdom in Magadha. This was 2,500 years ago, which is Magadha kingdom എപ്പോഴായിരുന്നു? 500 BC. The present about 2000 AD. So it is 2020 AD. So with that we have completed this chapter. ഞാൻ ഇതിൽ നിങ്ങൾക്ക് വെറും നോട്ട്സ് തരാനായിരുന്നു ഉദ്ദേശം, എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ, ഫുൾ ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രീവിയസ് പാർട്സിൽ ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. അത് ജസ്റ്റ് ഏറ്റവും മേലുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും 6th സ്റ്റാൻഡേർഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ പാർട്സൊക്കെ പാർട്ട് 1, 2, 3 അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രൊണോളജിക്കൽ ഓർഡറിൽ കണ്ടു നോക്കിക്കോളൂ. എന്നാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതൊക്കെ കണ്ടതിന് ശേഷവും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലിവ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ്. ഐ വിൽ ക്ലിയർ ഇറ്റ് വിത്തിൻ 24 hours. With that, thank you. Please subscribe to the channel. And also ഈ വീഡിയോ ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.